കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഠം 6 ജണ്ടുവരിശകളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. സസരിരിഗ സരിഗ സസരിരി ഗഗ മമ റിരി ഗഗമ റിഗമ റിരി ഗഗ മമ പാപ്പ. ആ വരിശയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത്. അതിൻ്റെ 2ാം കാലമാണ് പാടിയത്. ഇനി അതിൻ്റെ 3ഉം 4ഉം കാലം പാടി നോക്കാം. അപ്പം 3ാം കാലം ആകുമ്പോഴേക്കും നമ്മൾ 4 സ്വരം. അപ്പം നമ്മൾ പാടിയത് സ സ രി രി ഗ സ രി ഗ, അങ്ങനെ 2 സ്വരമായിട്ടാണ് പാടിയത്. 2ാം കാലമാണ് പാടിയത്. ഇതിൻ്റെ 3ാം കാലം പാടാം. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നി നി pa pa dha dha ni pa dha ni pa pa dha dha ni ni sa 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 ni ni dha sa ni dha sa sa ni ni dha dha pa pa ni ni dha dha pa ni dha pa ni ni dha dha pa pa ma ma dha dha pa pa ma dha pa ma dha dha pa pa ma ma ga ga pa pa ma ma ga pa ma ga pa pa ma ma ga ga re re ma ma ga ga re ma ga re ma ma ga ga re re sa sa. തിരിച്ച് ma ma ga ga re ma ga re ma ma ga ga re re sa sa pa pa ma ma ga pa ma ga pa pa ma ma ga ga re re dha dha pa pa ma dha pa ma dha dha pa pa ma ma ga ga ni ni dha dha pa ni dha pa ni ni dha dha pa pa ma ma sa sa ni ni dha sa ni dha sa sa ni ni da da pa 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 dha dha ni pa dha ni pa pa dha dha ni ni sa sa ma ma pa pa dha ma pa dha ma ma pa pa dha dha ni ni ga ga ma ma pa ga ma pa ga ga ma ma pa pa dha dha ri ri ga ga ma ri ga ma ri ri ga ga ma ma pa pa sa sa ri ri ga sa ri ga sa sa ri ri ga ga ma ma. 4ാം കാലം പാടി നോക്കാം. 8 സ്വരം. sa sa ri ri ga sa ri ga sa sa ri ri ga ga ma ma ri ri ga ga ma ri ga ma ri ri ga ga ma ma pa pa ga ga ma ma pa ga ma pa ga ga ma ma pa pa ma pa pa da ma pa da ma ma pa pa da da ni ni pa pa da da ni pa da ni pa pa da da ni ni sa 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 ni ni da sa ni da sa sa ni ni da da ni ni da da ba ni da ba ni ni da da ba ba ma ma da da ba ba ma da ba ma da da ba ba ma ma ga ga pa pa ma ma ga pa ma ga pa pa ma ma ga ga ri ma ma ga ga ri ma ga ri ma ma ga ga ri ri ma ma ga ga ri ma ga ri ma ma ga ga ri ri sa sa pa pa ma ma ga pa ma ga pa pa ma ma ga ga ri ri da da ba ba ma da ba ma da da ba ba ma ma ni ni da da ba ni da ba ni ni da da ba ba ma ma sa sa ni ni da sa ni da sa sa ni ni da da ba 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 da da ni pa da ni pa pa da da ni ni sa da ma ma pa pa da ma pa da ma ma pa pa da da ga ga ma ma pa ga ma pa ga ga ma ma pa pa da da ri ri ga ga ma ri ri ga ga ma ma pa pa sa sa ri ri ga sa ri ga sa sa ri ri ga ga ma ma. ഇങ്ങനെയാണ് 4 കാലം പാടേണ്ടത്. ഇതന്നെ നമ്മൾ 2ാം കാലം 3ാം കാലം 4ാം കാലം 3ാം കാലം 2ാം കാലം അങ്ങനെയുള്ളൊരു
ക്രമത്തിൽ പാടാം. എല്ലാ വരിശകളും അങ്ങനെ പാടാം. അത് ഇപ്പം നമ്മൾ ഒരു താളത്തിൽ രണ്ടാം കാലം പാടുക. ഇപ്പം സാ സാ രി രേ ഗ സാ രേ ഗ സാ സാ രി രേ ഗ ഗ മ മ രി രേ ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി പ ധ നി പ പ ധ ധ നി നി സ സ സ നി നി ധ സ നി ധ സ സ നി നി ധ ധ പ പ നി നി ധ ധ പ നി ധ പ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. ഇങ്ങനെ പാടാം. ആദ്യത്തെ ഒരു താളം രണ്ടാം കാലം പാടുക, പിന്നത്തെ താളത്തിൽ ഫുള്ള് മൂന്നാം കാലം പാടുക, പിന്നത്തെ താളത്തിൽ നാലാം കാലം പാടുക, പിന്നത്തെ താളത്തിൽ വീണ്ടും മൂന്നാം കാലം, പിന്നത്തെ താളത്തിൽ വീണ്ടും രണ്ടാം കാലം. അങ്ങനെ പാടിയാൽ നമുക്ക് ഈ താളം ഉറക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതേപോലെ തിരിച്ചിട്ടും പാടാം. മാമ ഗരി മാമ ഗരി മാഗരി മാമ ഗരി രേ സ സ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ നി നി ധ ധ പ നി ധ പ നി നി ധ ധ പ പ മ മ സ സ നി നി ധ സ നി ധ സ സ നി നി ധ ധ പ പ പ പ ധ ധ നി പ ധ പ പ ധ ധ നി നി സ ധ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നി നി ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ധ ധ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ. ഇങ്ങനെ തിരിച്ചും പാടാം. ഇപ്പം നമ്മൾ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാനും അതുപോലെ താളം ഉറയ്ക്കാനും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത ജണ്ട വരിച്ച സമഗമ രിഗസരി സസരി ഗഗമമ. അങ്ങനെ ഒരു വരിച്ച. അതിൽ ധാട്ട് പ്രയോഗങ്ങളും വരും. ധാട്ട് ജണ്ട വരിച്ച എന്ന് വേണമെച്ചാൽ പറയാം. കാരണം ധാട്ട് വരിച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരങ്ങളെ ക്രമത്തിലല്ലാതെ പാടുക. ഇപ്പൊ സരി അല്ലാതെ സ ഗ സമ സപ്പ സ്വരങ്ങളെ ഇടവിട്ടിട്ട് പാടുക. സ്വരങ്ങളെ ക്രമത്തിലല്ലാതെ. അതാണ് ധാട്ട് പ്രയോഗങ്ങൾ. സഗരി മഗ പമ ധ നി ദസം അങ്ങനെ പാടുന്നതാണ് ധാട്ട് വരിശ, ധാട്ട് പ്രയോഗം. അപ്പം ഇതൊരു ധാട്ട് ജണ്ട വരിശ എന്ന് വേണമെച്ചാൽ പറയാം. സമാഗമ സ എന്നുള്ള സ്വരത്തിൽ നിന്ന് നേരെ കയറുന്നത് മായിലേക്കാണ്. അതൊന്ന് പാടി നോക്കാം. താളത്തിൻ്റെ പകുതി വരെ ധാട്ട് പ്രയോഗമായിട്ടും വരും. അവിടുന്ന് അങ്ങോട്ട് സസരീരി ഗമമ അത് ജണ്ട പ്രയോഗമായിട്ടും വരും. സമഗമ രി ഗ സരി സരി രി ഗ ഗ മ മ രി പ മ പ ഗ മ രി ഗ രി രി ഗ ഗ മ മ പ പ
ഗ ധാ പ ധാ മ പ ഗ മ ഗ ഗ മ മ പ പ ധാ ധ മ നീ ധ നീ പ ധാ മ പ മ മ പ പ ധാ ധ നീ നീ പ സ നീ സ ധ നീ പ ധ പ പ ധാ ധ നീ നീ സ സ സ പ ധാ പ നീ ധ സാ നീ സാ സാ നീ നീ ധ ധ പ പ നീ മ പ മ ധാ പ നീ ധ നീ നീ ധ ധ പ പ മ മ ധാ ഗ മ ഗ പ മ ധാ പ ധാ ധ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി സ സ. ഇതാണ് ധാട്ട് ജണ്ട് വരിശ. അപ്പം അതിൽ പിന്നെ ലഘു കഴിയണവരെ സ മ ഗ മ രി ഗ സ രി, അത് ധാട്ട് പ്രയോഗമാണ്. പിന്നത്തെ സ സ രി രി ഗ ഗ മ മ, അത് ഇരട്ട വരിശകൾ പോലെ സ സ രി രി ഗ ഗ മ മ. അതാണ് ധാട്ട് ജണ്ട് വരിശ. അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പാടിയത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത രണ്ടാം കാലം നമ്മൾ പാടി, 3ഉം 4ഉം കാലങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാടാം. വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും പാടിത്തരേണ്ടതുണ്ടെങ്കിൽ പാടിത്തരാം. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.